എല്ലാവർക്കും നമസ്കാരം. സൈനോ നീറ്റ് പി ജി കൗൺസിലിംഗിന്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ www.ckela.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ PG മെഡിക്കൽ 2025 പോർട്ടൽ കാൻഡിഡേറ്റ് ഒന്നിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾ പ്രകാരം ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഓപ്പണിംഗ് ഡേറ്റ് വന്നിട്ട് 6/11/2025 തൊട്ട് നിങ്ങൾക്ക് 12-ാം തീയതി, അതായത് ഈ മാസം 12-ാം തീയതി 5 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 12-ാം തീയതി 5 മണി വരെ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ക്ലോസിംഗ് ടൈം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 14-ാം തീയതി തന്നെ പ്രൊഫഷണൽ അലോട്ട്മെന്റ് റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതാണ് ഷെഡ്യൂളിൽ പറയുന്നത്. 14-ാം തീയതിക്ക് ശേഷം പിറ്റേന്ന് 15-ാം തീയതി തന്നെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റും വരുമെന്ന് പറയുന്നു. പിന്നെ 17-ാം തീയതി തൊട്ട് 20-ാം തീയതി 4 മണി വരെ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് അവിടെ പോയി ജോയിൻ ചെയ്യാവുന്നതുമാണ്. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് പേ ചെയ്യാനുള്ളത്. അതേസമയം നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 5,000 റുപ്പീസ് മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പറയുന്നത്, ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് counseling, candidate will not have the facility for fresh option registration. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഘട്ട അലോട്ട്മെന്റിൽ കാൻഡിഡേറ്റിന് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ കേരള കൗൺസിലിംഗിൽ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓൺലി കൺഫർമേഷൻ, ഡെലീഷൻ ഓർ റീഅറേഞ്ച്മെന്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓപ്ഷൻ ഫ്രം ഫേസ് 1 വിൽ ബി പെർമിറ്റഡ്. അതായത് ഫേസ് 1 നമ്മൾ എന്താണോ ഓപ്ഷൻസ് കൊടുത്തത് ആ ഓപ്ഷൻസിനെ ഒന്നി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലും കൺഫർമേഷൻ നമുക്ക് ഫേസ് 2 പോസിബിൾ ആണ്. അല്ലാതെ ഒന്നും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കേരള അലോട്ട്മെന്റിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ ഈസ് മാൻഡേറ്ററി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫേസ് 2. അപ്പൊ ഫേസ് 2 നിങ്ങൾ എന്തായാലും പങ്കെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓപ്ഷൻ എന്തായാലും കൺഫർമേഷൻ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ ബി അവൈലബിൾ ഓൺലി ഫോർ ദോസ് കോഴ്സസ് ദേ ആർ ന്യൂലി ആഡഡ് ടു ദ ലിസ്റ്റ് ഇൻ ദ സെക്കൻഡ് ഫേസ്. അപ്പൊ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജസ് വന്നിട്ടുണ്ടെങ്കിൽ ആ പുതിയ കോളേജുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, വേക്കൻസീസ് ദാറ്റ് എക്സിസ്റ്റ് ഓർ അറൈസ് ആഫ്റ്റർ ദ സെക്കൻഡ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് വിൽ ബി ഫിൽഡ് ഇൻ ദ തേർഡ് ഫേസ് ഓഫ് അലോട്ട്മെന്റ്. ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ ബി അവൈലബിൾ ഇൻ തേർഡ് ഫേസ്. അതായത് വേക്കൻസി അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഫേസിൽ വരാണെങ്കിൽ വിൽ ബി ഫിൽഡ് ഇൻ ദ, അതായത് രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ വേക്കൻസീസ് വരാണെങ്കിൽ അത് നമുക്ക് മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ നമുക്ക് ഫില്ല് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഫ്രഷ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മൂന്നാം ഘട്ട ഫേസിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കോളേജ് നെയിമും കൊടുത്ത് അവരുടെ ട്യൂഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ 57,890 രൂപയാണ് ട്യൂഷൻ ഫീ. അതേസമയം സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, അമല, അസീസിയ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ ക്ലിനിക്കൽ സീറ്റിന് 19,42,235 രൂപയും നോൺ ക്ലിനിക്കൽ ബ്രാഞ്ചിന് 11,79,215 രൂപയും NRI സീറ്റുകളിൽ 40,81,114 രൂപയുമാണ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് പോയിന്റ്സ് പറയുന്നുണ്ട്, അതൊന്ന് നമുക്ക് നോക്കിയാലോ. The allotment to colleges or courses will be subject to recognition of All India regulatory bodies or affiliation from the university concerned. അതായത് All India regulatory body അല്ലെങ്കിൽ affiliation, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള affiliation കിട്ടിയ ഇതിൽ പ്രകാരമുള്ളതാണ് നമ്മുടെ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് കാൻഡിഡേറ്റ്സിന് പൊസിഷൻസ്, അതായത് അലോട്ട്മെന്റ് കിട്ടുന്നത്. പിന്നെ രണ്ടാമതായി പറയുന്നത്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സീറ്റ് മാട്രിക്സ് വിൽ ബി പബ്ലിഷ് വെൻ ദ ഗവൺമെന്റ് അപ്രൂവ് ദ സീറ്റ്. അപ്പൊ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിനു ശേഷം തന്നെ കേരളയുടെ സീറ്റ് മാട്രിക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാല്, candidate whose position in the merit list have been withheld for various reasons may also register their online options for allotment. However, the options submitted by such candidates will be considered for an allotment only if they rectify or clear the defects before 4 p.m.
on 12/11/2025 and are otherwise found eligible. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ 12/4 അതായത് നമ്മുടെ ഈ ഡിസംബർ 12 മുൻപ് തന്നെ നിങ്ങൾ അത് റെക്ടിഫൈ അത് തിരുത്തണം. എന്നാലും നിങ്ങളുടെ however the option submitted by such candidates will be considered for allotment only if അത് നിങ്ങൾ 4 മണിക്ക് മുൻപ് തന്നെ ഇത് 12-ാം തീയതിക്ക് മുൻപ് തന്നെ അത് റെക്ടിഫൈ ചെയ്താലേ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ www.ckerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കണം എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നിങ്ങളോടൊപ്പം സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത. ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രം സൈനർ.